ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ്. അപ്പം, ചപ്പാത്തി, അരിപ്പത്തിരി എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷ് കൂടിയാണിത്. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് കോർണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായി ഞാനിവിടെ അരമുറി തേങ്ങയുടെ 1/4 പാലും 2/4 പാലും സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കശകശയും 8-10 അണ്ടിപ്പരിപ്പും വെള്ളത്തിൽ കുതിർക്കാനായി ഇട്ടിട്ടുണ്ട്. അതുപോലെ 2 സവാള ചെറുതായി അരിഞ്ഞത്, 8-10 പച്ചമുളക് നെടുകെ കീറിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 8-10 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില എന്നിവയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചൊരു പാത്രം വെക്കാം. അതിലേക്ക് 1 തവി വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. നെടുകെ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാനിവിടെ ചെറുതായി അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. അരിയാതെ മുഴുവനായി ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. കുറുമയിൽ നമ്മൾ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അധികം എരിവില്ലാത്ത 8-10 പച്ചമുളകാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം സവാള വഴറ്റിയെടുക്കാൻ. 600 ഗ്രാം ചിക്കൻ എടുത്താണ് ഞാനിവിടെ കുറുമ തയ്യാറാക്കുന്നത്. അതിനാവശ്യമായ ചേരുവകളുടെ അളവുകളാണ് ഈ പറയുന്നത്. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കാൻ. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ അധിക സമയം അടുപ്പിൽ വെച്ചേക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വേണ്ടി വെക്കാം. റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും 600 ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. വഴറ്റിയ സവാളയുടെ ചൂടാറിയപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണിത്. ഇത് നമുക്ക് പാകം ചെയ്യേണ്ട പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുപ്പ് കത്തിച്ച് ഈ പാത്രം വെക്കാം. അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങയുടെ 2/4 പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ്റെ പീസ് എപ്പോഴും ഒരു മീഡിയം വലിപ്പത്തിലാവണം. തീരെ ചെറുതാവാനോ ഒരുപാട് വലുതാവാനോ പാടില്ല. നന്നായി ഇളക്കി ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും മസാല പിടിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കണം. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാൻ. അതുപോലെ പാത്രം മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ്റെ വെള്ളം കൂടി ഇറങ്ങിയാണ് ഇത്രയും ഗ്രേവി ആയിട്ടുള്ളത്. ഇനി അടച്ചു വെച്ച് കുറുമയിലെ വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ചിക്കൻ ഏകദേശം ഇപ്പോൾ വെന്തിട്ടുണ്ടാകും. ഇനി നമുക്ക് തേങ്ങയുടെ 1/4 പാലിലേക്ക് അണ്ടിപ്പരിപ്പും കശകശയും പേസ്റ്റ് പരുവത്തിൽ അരച്ചത് ചേർക്കാം. കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് വേണം അരച്ചെടുക്കാൻ. ഈ മിക്സ് തിളച്ചുകൊണ്ടിരിക്കുന്ന ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കശകശയും അണ്ടിപ്പരിപ്പും 15 മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് കുറുമയുടെ ടേസ്റ്റ് കൂട്ടാനും കുറുമയുടെ കട്ടി കൂട്ടാനും വേണ്ടിയാണ് ചേർക്കുന്നത്. കുറുമയ്ക്ക് എപ്പോഴും തിക്ക് ഗ്രേവിയാണ് വേണ്ടത്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും. ഇപ്പോൾ നമ്മുടെ കുറുമ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമയുടെ ലാസ്റ്റ് ഘട്ടം എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു 2 മിനിറ്റോളം തിളപ്പിച്ചാൽ മതിയാകും. ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമോ ഡിന്നറിനൊപ്പമോ ഒക്കെ വിളമ്പാൻ പറ്റുന്നതും അതുപോലെ നമ്മുടെ വീടുകളിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ചിക്കൻ കൊണ്ടുള്ള ഒരു വ്യത്യസ്ത വിഭവം കൂടിയാണിത്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇതുണ്ടാക്കാനൊക്കെ അറിയാമായിരിക്കും. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ ചിക്കൻ വാങ്ങിക്കുന്ന ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.